ലോക ജലദിന ഭാഗമായി മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് പരിസ്ഥിതി സംരക്ഷണ സമിതി സെമിനാർ സംഘടിപ്പിച്ചു. മലപ്പുറം ഗവൺമെന്റ് TTIയിൽ വെച്ചായിരുന്നു പരിപാടി. സെമിനാർ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പരിസ്ഥിതി സംരക്ഷണ സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഹനീഫ പെരിഞ്ചേരി അധ്യക്ഷനായി. ജില്ലാ ജനറൽ കൺവീനർ KN ഷാനവാസ് പദ്ധതി വിശദീകരിച്ചു. സംസ്ഥാന പരിസ്ഥിതി സംരക്ഷണ സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് KN ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി. Really, in the true sense, it is not sustainable development ആണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അതിനുവേണ്ടി ഐക്യരാഷ്ട്രസഭ നടത്തിയ പരിശ്രമങ്ങളും വാസ്തവത്തിൽ ഫലപ്രദമായി തീർന്നിട്ടില്ല. ലോകരാഷ്ട്രങ്ങൾ അത് അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ ട്രംപ് പ്രസിഡന്റായി വന്നപ്പോൾ അമേരിക്ക ഫസ്റ്റ് അതൊന്നും തന്നെ പോയി. നമ്മുടെ ഇന്ത്യക്കാർ പറയാം ഇന്ത്യ ഫസ്റ്റ് എന്നല്ല. അപ്പോൾ നമ്മളെല്ലാവരും ഫസ്റ്റ് ആവാനൊരു മത്സരം വന്നാൽ പിന്നെ സാമ്പത്തിക വികസനത്തിലാണ് ആ പ്രധാനമായിട്ടുള്ള മത്സരം വരിക. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനിൽ അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇന്ത്യ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ. അതല്ല, സാമ്പത്തിക വികസനത്തിൽ നമ്മൾ ഫസ്റ്റ് ആവണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അത് വളരെ ശരിയായ ഒരു സമീപനമല്ല. അതുകൊണ്ട് ജലം നമുക്ക് സംരക്ഷിക്കപ്പെടണം. കുളങ്ങളും കായലുകളും ഒക്കെ വൃത്തിയാക്കണം. നമ്മുടെ കായലുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു കോളേജിൽ പ്രൊഫസറൊക്കെയാണ് ഡോക്ടർ അബിദ പറഞ്ഞത്. അതുകൊണ്ട് അവിടെ ലീവൊക്കെ എടുത്ത് വന്നിരിക്കുകയാണ്. പരിസ്ഥിതി സംരക്ഷണം പ്രധാനമായിട്ട് ഒരു വിഷയം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ അത്ര സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, നമ്മൾ കായലുകളെ കുറിച്ച് നേരത്തെ പറഞ്ഞു. ഇതിന് വാട്ട് ഈസ് രാംസർ സൈറ്റ്? രാംസർ സൈറ്റ് എന്ന് പറയുന്നത് രാംസർ. സംസ്ഥാന പരിസ്ഥിതി സമിതി സെക്രട്ടറി സലീം കുരുവമ്പലം ജലദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിവിധ ഭാരവാഹികളായ MS ബാബു, ഡോക്ടർ ആബിദ ഫാറൂഖി, AM അബൂബക്കർ, PK അബ്ദുറഹ്മാൻ കക്കോവ്, മുസ്തഫ മറ്റത്തൂർ എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് NK മജീദ് നന്ദിയും പറഞ്ഞു. ശേഷം പോസ്റ്റർ പ്രകാശനവും നടന്നു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.